ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രമ്യയ്ക്കും മുകുന്ദനും ഇന്ന് ചെക്കപ്പുള്ള ദിവസമാണ്. രമ്യ പോയി അത് മുകുന്ദനോട് പറയുന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോവാൻ മുകുന്ദന് ഒട്ടും തന്നെ താല്പര്യമില്ല. അങ്ങനെ രമ്യയും മുകുന്ദനും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടാവുകയാണ്. മുകുന്ദേട്ടൻ ഇത്ര കഷ്ടപ്പെട്ട് വരണമെന്നില്ല, ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാം, അതിനുവേണ്ടി മുകുന്ദേട്ടൻ ക്യാഷ് ചെലവാക്കണമെന്നുമില്ല, മരുന്ന് കൊണ്ടുവന്നാൽ അതൊന്ന് കുടിച്ച് സഹായിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് രമ്യ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവാൻ റെഡിയാവുകയാണ്. രമ്യ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് അറിഞ്ഞ മഞ്ജു അത് ഒട്ടും തന്നെ സഹിക്കാതെ രുക്കുവിനോട് പോയി പറയുന്നുണ്ട്. മഞ്ജു ഇന്ന് ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇങ്ങനെ അവൾ പോയാൽ ചിലപ്പോൾ അവൾ ഗർഭം ധരിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അവൾ ഗർഭം ധരിക്കരുത് എന്ന് നീയും കൂടി പ്രാർത്ഥിക്കുരുക്കൂ. അവളെങ്ങാനും ഗർഭം ധരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കൊന്നും ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. അവളെങ്ങാനും ഗർഭിണിയാണെങ്കിൽ ഇനി അമ്പാട്ടിലെ കെട്ടിലമ്മ രമ്യ ആയിരിക്കും. ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത്, അത് നമുക്കൊരു തകർച്ചയായിരിക്കുമെന്ന് അഞ്ജു അങ്ങനെ രുക്കുവിനോട് പറയുകയാണ്. ഇതെല്ലാം കേട്ട് രുക്കുവിനും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അതിനുശേഷം അർച്ചനയാണെങ്കിൽ തൻ്റെ മോൾ ചിന്നുവിനെ കാണാനായി അതിയായ ആഗ്രഹം കൊണ്ട് ചന്ദ്രകാന്തത്തിലേക്ക് പോവുകയാണ്. എന്നാൽ ചന്ദ്രകാന്തം വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ അർച്ചനയ്ക്ക് മടിയാവുകയാണ്. അർച്ചനയാണെങ്കിൽ പുറത്തു നിന്നുകൊണ്ട് ചിന്നുവിനെ ഫോണിൽ വിളിച്ച് പുറത്തേക്ക് വരാനായി പറയാണ്. അങ്ങനെ ചിന്നു അമ്മ വിളിച്ചതും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പിന്നാലെ തന്നെ വിജയ് ശങ്കറും ചന്ദ്രയും അർച്ചന വന്നതറിഞ്ഞു വരുന്നുണ്ട്. ചിന്നു അങ്ങനെ അർച്ചനയോട് സംസാരിക്കാനായി പോവാൻ നിൽക്കുന്നതും വിജയ് ശങ്കർ വന്ന് ചിന്നുവിനെ തടയാണ്. ചിന്നു അങ്ങോട്ട് നിന്റെ അടുത്ത് സംസാരിക്കാനായി വരുന്നില്ല, നിനക്ക് ഇങ്ങോട്ടേക്ക് കയറി വന്ന് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം വന്നാൽ മതി, അല്ലെങ്കിൽ നിനക്ക് തിരിച്ചു പോവാം, ഇവിടെ നിന്ന് വെറുതെ സമയം കളയണമെന്നില്ല എന്ന് വിജയ് ശങ്കർ അങ്ങനെ അർച്ചനയോട് വെട്ടി തുറന്ന് പറയുകയാണ്. ഇത് കേട്ട് അർച്ചനയും ചിന്നുവും ഒരുപോലെ ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ്. തൻ്റെ മോളെയും നോക്കി അർച്ചന അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് വീട്ടുമുറ്റത്ത് അങ്ങനെ നിൽക്കുകയാണ്.